നമ്മളിപ്പോൾ കാര്യമൊക്കെ കഴിഞ്ഞു. കാരൂന്ന് നമ്മൾ പെട്രോളൊക്കെ അടിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നമ്മൾ ആക്ച്വലി അവിടെ പമ്പിൽ ചോദിച്ചപ്പോൾ 1 മണി വരെ അലോ ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ ചോദിച്ചപ്പോൾ 12 മണി വരെ അലോ ചെയ്യുമെന്ന് പറഞ്ഞു. സോ എന്താണെങ്കിലും നോക്കാം. 12 മണി നമ്മൾ ഉപ്സി എന്ന് പറഞ്ഞ ഒരു ചെക്ക് പോസ്റ്റ് ആണ് എന്ന് പറഞ്ഞത്. ഇനി അത് കഴിഞ്ഞിട്ട് വേറെ ചെക്ക് പോസ്റ്റ് ഉണ്ടോ എന്നൊന്നും അറിയില്ല. ശരിക്കും നമ്മുടെ പ്ലാൻ അനുസരിച്ച് നമ്മൾ ഉമ്മിങ്ങിലേന്ന് നമ്മൾ ലോമ വഴി സർച്ചു അവിടുന്ന് മണാലി പ്ലാനായിരുന്നു. പക്ഷേ നമ്മുടെ പ്ലാനൊക്കെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നമ്മളിപ്പോൾ ലേ മണാലി തന്നെ എടുക്കണം, വേറെ ഓപ്ഷനില്ല. സോ നമ്മൾ ഇന്നും നാളെ മണാലി നിന്നിട്ട് നമ്മൾ വണ്ടി അതിൽ ആക്ച്വലി കൺഫ്യൂഷനുണ്ട്. നമ്മൾ ചണ്ഡീഗറിൽ നിന്ന് വണ്ടി വിടണോ അതോ ഡൽഹിയിൽ നിന്ന് വണ്ടി വിടണോ? ചണ്ഡീഗറിൽ നിന്നാണെങ്കിൽ സാധാ നമ്മൾ IRCTC നമ്മൾ ഇന്ത്യൻ റെയിൽവേയിൽ കയറ്റി വിടാം. മറ്റേതാണെങ്കിൽ നമ്മൾ മറ്റേ ലീസിന് എടുക്കണ പരിപാടി അത് അവിടെ നിന്ന് ഡൽഹിയിൽ നിന്നാണ് അവർക്ക് ഓപ്ഷൻസ് ഉള്ളത്. ചണ്ഡീഗറിൽ നിന്ന് ഓപ്ഷൻസ് കുറവാണെന്നാണ് പറഞ്ഞത്. അപ്പം അതെന്താ നമ്മൾ നോക്കണം, അത് സ്റ്റിൽ കൺഫ്യൂസാണ്. പക്ഷെ നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് കൊച്ചിയിലേക്ക് ഫ്രം ചണ്ഡീഗറാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനുണ്ട്. അപ്പോൾ അവിടെ ആദ്യത്തെ ചെക്ക് പോസ്റ്റ് ഇതായിരുന്നു. ഇവിടെ നമ്മൾ സീനൊന്നുമില്ല. ഇനി സർച്ചൂലാണ് അടുത്ത ചെക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞത്. അവിടുത്തെ അപ്ഡേറ്റ് അവർക്ക് ഇതുവരെ ഇല്ലയെന്ന് പറഞ്ഞു. ഇതുവരേക്കും വേറെ സീനൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. ഇനി നമ്മളവിടെ എത്തുമ്പോൾ എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും നോക്കാം. ഇന്ന് മണാലി പിടിക്കാൻ പറ്റുമോ എന്നറിയില്ല. എന്തായാലും ലെറ്റ്സ് സീ. ഉപ്സി ബ്രിഡ്ജ് ഇപ്പം എന്തായാലും 12 ആയില്ലേ. ഇനി എന്തൊരു 9 hours നമുക്ക് റൈഡ് ചെയ്യേണ്ട വരും. സോ 1 2 3 4 5 6 7 8 ഭയങ്കര നൈറ്റ് ആവും. യെസ് ലെറ്റ്സ് സർച്ച് എത്തിയിട്ട് നോക്കാം. ഭയങ്കരമായിട്ട് നമ്മൾ ലേറ്റ് ആവുകയാണെങ്കിൽ സർച്ചിൽ സ്റ്റേ എടുക്കേണ്ടി വരും. നമ്മളിപ്പോൾ ഇറങ്ങണോണ്ട് സീനില്ല. നമ്മളിപ്പോൾ മണാലിയിൽ നിന്നാണല്ലോ ഇറങ്ങി തന്നെ. നമ്മുടെ ലേ ഒരു 11,000 feet ആണെങ്കിൽ മണാലി അറ്റ് 6,500 സംതിങ് ഫീറ്റാണ്. അപ്പം നമ്മൾ ഇറങ്ങുന്നതുകൊണ്ട് വേറെ ഇനി ഒറ്റയടിക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇല്ലെന്ന് തോന്നുന്നു. ഒറ്റയടിക്ക് നമ്മൾ ഓൾട്ടോഡിലേക്ക് കയറുമ്പോഴാണ് ഇഷ്യൂസ്. പക്ഷെ പാങ്കിലൊക്കെ നല്ല തണുപ്പാണെന്നാണ് കേട്ടത്. ഇന്നലെ നമ്മുടെ മറ്റേ ബാംഗ്ലൂർ മണാലി റൈഡേഴ്സ് നമുക്ക് അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. അവർ ഓൾറെഡി മണാലി എത്തിയിട്ടുണ്ട്. ഓക്കെ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. സോ ഹോപ്പ് യു ഗൈസ് എൻജോയിങ് ദിസ് വീഡിയോസ്. നമ്മുടെ ലേ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. സോ ഇഫ് യു ആർ ലൈക്കിംഗ് ദിസ് വീഡിയോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. 2 തരം നമ്മൾ നേരത്തെ പറഞ്ഞ റോത്തങ് പാസ്. റോത്തങ് പാസിൽ ആക്ച്വലി ഒന്ന് വണ്ടി ഓടിച്ച് പോകണമായിരുന്നു. പക്ഷേ റോത്തങ് പാസ് നമുക്കിപ്പോൾ ഈ അഡൽ ടണലിൽ വന്നോടെ നമുക്ക് ബൈക്കേഴ്സിന് അലൗഡ് അല്ല. പക്ഷേ നമുക്ക് എന്തോ ഒരു മിലിറ്ററി പെർമിറ്റ് കിട്ടുന്നു. ആ പാസ് വെച്ച് നമുക്ക് പോകാൻ പറ്റും. പക്ഷെ അത് എങ്ങനെ എടുക്കണം എന്നുള്ളത് ഐഡിയ ഇല്ല. അത് അങ്ങനെയാണ് നമുക്ക് ഇന്നലെ മനസ്സിലായത്. ഇന്നലെ അവിടെ ഒരു പുള്ളി പറയുന്നുണ്ടായിരുന്നു നമുക്ക് മിലിറ്ററി പെർമിറ്റ് വെച്ചിട്ട് അത് കിട്ടും. പക്ഷെ റോത്തങ് പാസ് എപ്പോഴും സീനാണ്. അതുകൊണ്ടാണ് ഒരു ബൈക്കേഴ്സിന് അലോ ചെയ്യാത്തത്. അതെപ്പോഴും സീനാണ്. പണ്ടി അഡൽ ടണൽ വന്നോടുമ്പോൾ ഈ മണാലി എപ്പോഴും സ്നോഫോൾ ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ അഡൽ ടണൽ ഉള്ളതുകൊണ്ട് സീനില്ല. ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫസ്റ്റ് വ്യൂ ഓഫ് തങ്ങളങ്ങളെയാണ്. തങ്ങള പാസ്സാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കണമെന്ന് തോന്നുന്നു. പക്ഷേ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫസ്റ്റ് വ്യൂ ഓഫ് തങ്ങളാണ്. സോ അവിടെ ഐസൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഐസല്ല സ്നോ ആണെന്നാണ് അശ്വം പറയണ. ഐസ് ആൻഡ് സ്നോ രണ്ടാന്നുള്ളതാണ്. വീണ്ടും തണുത്ത് തുടങ്ങി. കൈയൊക്കെ അയ്യോ മറ്റേ ഗ്ലൗസ് 2 വരുന്നു തോന്നുന്നു. സീൻ ഷോയിൻ്റെ ഇടയിൽ കൂടി നമ്മൾ
മണാലിയിലേക്ക്. മണാലി അതുണ്ടാവും. ആ പിന്നെ ഒട്ടും നടക്കാനല്ല, ചൂടാ. പോട്ടെ പോട്ടെ പോട്ടെ. എന്ത്? ആ ഒരു ഇത് കഴിഞ്ഞിട്ട് ടൗണിൽ എടുത്താം. നമ്മളിപ്പോൾ ടങ്ലങ്ല പാസ്സൊക്കെ ഇറങ്ങി നമ്മളിനി ഏതെങ്കിലും ഒരു ടൗൺ കൊണ്ടാ നിർത്തണം. എന്തേലും ചെറിയ രീതിയിൽ കഴിക്കണം. കാലത്തൊന്നും അങ്ങനെ കാര്യമായിട്ട് കഴിച്ചിട്ടില്ല. ഇപ്പോൾ കിലോമീറ്ററോളം റോഡ് കാണാം കേട്ടോ. അത് നോക്കി നല്ല റോഡാണ്. ഇപ്പം ഇതെന്തോരം നേരം ഇങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. പാങ് അതിന് മോശമെന്ന് കേട്ടെ. Enjoy the valley. This is not rally. യെസ്, ഇപ്പം നമ്മൾ പാങ് എത്തിയായിരുന്നു. പാങ്ങിൽ നിന്ന് ചെറിയ മാഗിയും ഒരു ചായ കുടിച്ച് സെറ്റായി. അപ്പോൾ ഇന്ന് സർച്ച് പിടിക്കാനാണ് പ്ലാൻ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു റെയിൻകോട്ട് കവറിലാക്കി ബാഗ് കെട്ടിയിട്ട് മുകളിൽ വെച്ചാ. മഴ വന്ന എളുപ്പത്തിൽ എടുക്കാമെന്ന് വെച്ചിട്ട് അത് പണിയായി. എനിക്കൊന്നും അത് എവിടെയോ തെറിച്ച് പോയി. നല്ല റെയിൻകോട്ടായിരുന്നു. ഇപ്പോൾ സാറില്ല. മണാലി മഴയാണെന്നാണ് കേട്ട്. വേറെ റെയിൻകോട്ട് മേടിക്കേണ്ടി വരും. എനിവേസ് നമ്മൾ സർച്ച് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് പല ശോകമാണെന്നാണ് കേട്ട്. പാങ്ങിൽ നിന്ന് സർച്ച് വരെ. സി ഹൗ ഇറ്റ് ഗോസ്. സത്യം പറഞ്ഞ ഈ മാഗി തിന്നു മടുത്തിട്ടോ. പക്ഷെ അതാണ് നമുക്കൊരു വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഫുഡ്. ഇവിടെ എന്തോ പണിയെടുക്കണം. നമ്മൾ ബ്ലോക്ക് ആ വഴി എന്താടാ വണ്ടി കുടുങ്ങിയെന്നാ? വണ്ടി കുടുങ്ങിയെന്നൊക്കെ. ഇതിനി എപ്പോൾ പോകാനാ? 10 മിനിറ്റ് പൊട്ടിച്ചിടാനാ? അതിന് കോരി മാറ്റണ്ടേ? എന്നിട്ട് എന്നാലും മണ്ടയ്ക്ക് വീഴോ കൊണ്ടാരും വെള്ളത്തിൽ. സീനായി. അത് എടുക്കാൻ പറ്റണല്ലോ, അവിടെ കുടുങ്ങി. ഷിറ്റ്. നമ്മൾ സർച്ച് എത്തിയിട്ടില്ല. വീഡിയോ എടുക്കാനുള്ള മൂടുണ്ടായിരുന്നില്ല. കട്ട ഷോക്ക് റോഡ് എന്ന് വെച്ചാൽ കട്ട ഷോക്കൻ റോഡ്. അതിൻ്റെ ഇടയ്ക്ക് ലോറിക്കാരാണെങ്കിൽ അമ്മമാരുടെ റൈറ്റ് ചേർത്ത് അമ്മമാർ വരുള്ളൂ. ലെഫ്റ്റിൽ എത്രയും സ്പേസ് ഉണ്ടായിട്ട് അമ്മമാർ റൈറ്റ് ചേർത്ത് അങ്ങ് വരും. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്നലെ സർച്ചൂൽ എത്തി. ഇങ്ങനെ തണുപ്പായിരുന്നു. പിന്നെ നമ്മൾ കിട്ടിയ ടെൻ്റ് എടുത്ത് അവിടെ നമ്മൾ കിടന്ന്. ടെൻറ്റിൻ്റെ കാര്യമൊക്കെ കോമഡിയാണ്. പക്ഷെ ഇവിടെ ഇങ്ങനത്തെയൊക്കെ കിട്ടാനുള്ളൂ സെറ്റപ്പ്. പക്ഷെ ഇപ്പോൾ കാലത്ത്
ഒരു 7 മണിയായി. പുറത്തെ 8 മണിയായി. പുറത്തെ കാഴ്ച കാണിച്ചു തരാം കേട്ടോ. അയ്യോ, കുറച്ച് മുമ്പ് സ്നോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് സ്നോ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ക്യാമറയിൽ കാണാൻ പറ്റണം. അല്ലേ വണ്ടിയിലൊക്കെ ഫുള്ള് സ്നോ. വണ്ടി സ്റ്റാർട്ടാവും എന്തോ. നോക്കി എൻ്റെ മോനെ. പൊളി. പിന്നെ ഞങ്ങൾ നേരത്തെ കാണാൻ വെച്ചാൽ ഇപ്പം ഇത് ക്ലൈമറ്റ് മാറാതെ ഇറങ്ങാൻ പറ്റില്ലെന്ന്. ഫുള്ള് ഫോഗാണ്. അവിടെ ഒന്നും കാണാൻ പറ്റണ്ട. Hey, I don't know what to do. Yeah, we just it's getting so worse. Yeah, these guys are from Israel. They just came to enjoy the lake. So how's the climate? I think I'm gonna stuck here another day. I don't know whether the bike will start or not. No, the bike will start. I don't want to drive in the snow. Yeah, but it will get over by I think 1 hour. I think. If it will get in 1 hour, we are not here 1 hour. Yeah. But I'm not. How the roads to? No, they are some parts very different. ഇത് ഭയങ്കര ഒരു സർപ്രൈസ് ആയി പോട്ടെ ഇങ്ങനത്തെ സെറ്റപ്പ്. Mountain snow. ഓൾട്ടിറ്റ്യൂഡ് കുറയുമ്പോൾ വണ്ടി തണുപ്പ് പറഞ്ഞ് വിചാരിച്ചു. വേറെ ലെവലായി പോയി. So guys, we are leaving from Sarchu. വെതർ സീനാണെന്നാണ് കേട്ടത്. അവിടെ വണ്ടികളൊക്കെ നിൽക്കുന്നുണ്ട്. കിടത്തി വിടോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. എന്തായാലും ഈ വെതർ ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യാത്തതാണ്. ബാറ്ററി നിൽക്കുമെന്ന് അറിയില്ല. ബാറ്ററി ഒക്കെ പടപടന്ന് ട്രെയിൻ ആവുന്നുണ്ട്. ലെറ്റ്സ് സീ. ഫ്രണ്ട്സ്, നമ്മളിവിടെ ഈ സർച്ചൂൽ പെട്ടിരിക്കുകയാണ്. കാരണം ബർച്ചില പാസ് ഫുൾ ഐസാണ്. അവിടെ വണ്ടിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി കയറ്റി വിടാമെന്ന് വെച്ചു. അവർ ഐസ് ക്ലിയർ ചെയ്താൽ അവർ വിടാമെന്ന് പറഞ്ഞു. ബട്ട് നമ്മുടെ അശ്വിൻ്റെ വണ്ടി ബാക്കിൽ ചെറിയ പഞ്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ പഞ്ചർ പക്ഷെ ഒട്ടിച്ചു. എന്നാലും എയർ കുറവുണ്ട്. സോ അത് റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചു. ചിലപ്പോൾ ഇനി പറയാൻ പറ്റില്ല. അവരവിടെ പാസ് ഓപ്പൺ ആക്കുമ്പോൾ ചിലപ്പം ഫസ്റ്റ് 2 വീലേഴ്സിന് ചിലപ്പോൾ അലോ ചെയ്യില്ലായിരിക്കും. ഒന്നും അറിയില്ല. എന്തായാലും അശ്വിൻ്റെ വണ്ടിക്ക് അങ്ങനെ പണിയിലൂടെ നമ്മൾ റിസ്ക് എടുക്കണമെന്ന് വെച്ചു. അപ്പോൾ കീലോങ് വരെ നമ്മൾ വണ്ടിക്ക് ഇങ്ങനെ കയറ്റി കൊണ്ടെന്ന് വെച്ചു. ഇപ്പോൾ ഇവിടെ നമ്മുടെ അവിടെ റൂമിൽ നിന്ന് കുറച്ച് ടീംസും കൂടെ ഉണ്ട്. അപ്പോൾ 2000 എന്താണ് അവർ പറയണേ. അതൊന്നും പൈസ നോക്കിയിട്ട് കാര്യം. കാരണം നമ്മൾ നമ്മൾ അവൻ്റെ വണ്ടി വെച്ച് പോയാലോ ചിലപ്പോൾ ഓടുമായിരിക്കും. പക്ഷെ പറയാൻ പറ്റില്ല. അത് ഏറെ കുറവുണ്ട്. നമ്മളത് പഞ്ചർ ഒട്ടിച്ചിട്ട് നിൽക്കണ്ട. എനിവേസ് വിൽ സീ. നമ്മൾ വണ്ടിയെല്ലാം ലോഡ് ചെയ്തിട്ടുണ്ട്. 2 വണ്ടിയിലായിട്ട് 12 ബൈക്സ്. ചിലപ്പം ആര് കിടത്തിയിട്ട് വണ്ടി ചിലപ്പോൾ പോകുമായിരിക്കും. പക്ഷേ നമ്മുടെ അശ്വിൻ സാറിൻ്റെ വണ്ടിയുടെ കണ്ടീഷൻ പഞ്ചർ അതേറെ കുറഞ്ഞവരുടെയാണ്. അത്ര റിസ്ക് എടുക്കാൻ തൽക്കാലം വയ്യ. അതുകൊണ്ട് മാത്രം നമ്മൾ കയറ്റി അയക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് യാതൊരു മൂടില്ലാത്ത സീനാണിത്. ബട്ട് ഇറ്റ് ഹാപ്പൻസ്. കാണാണ് പോസ്റ്റ്. ഫുള്ള് സ്നോ നോക്ക്. എൻ്റെ റെയിലേൻ്റെയാണെങ്കിൽ മിസ്സുമായി. ബർച്ചില പാസ് ഇത്രയും സീൻ കിട്ടുന്ന വിചാരിച്ചില്ല. എൻ്റെ കോപ്പറും ഞാൻ ബാറ്ററി ട്രെയിനായി ഫുള്ള് സീനായി. അയ്യോ, എനിക്ക് വീഡിയോയിൽ മനസ്സിലാവുണ്ടോ അറിയില്ല. എന്തായാലും പൊളി മൂട് ബാഹുബലി. ഇത്ര ട്രിപ്പിന് ഉള്ളതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്നോയും ഇവിടെയാണ്. സൂചന പാസ് കൂടുതൽ സ്നോ ആണ്. വേറൊരു മോഹമുണ്ട്. അപ്പൊ ഞാൻ സുരേന്ദ്രമാനെ ഹരിയാന വീട്ടിൽ എൻജോയ്. പക്ഷെ ഇത് സ്നോ വീടോണ്ടിരിക്കില്ല. എപ്പോൾ പോകുന്ന പറയാൻ പറ്റില്ല. പെട്ടോ കൊടുക്കുന്നൊന്നും അറിയില്ല. റോളിംഗ് ആണ്. എറിയില്ല, ഞാൻ പറഞ്ഞില്ല എറിയില്ല പ്ലീസ്. ഒരു രക്ഷയില്ല. ഞാൻ ഗോപ്രോ ഇടാൻ പറഞ്ഞു. ബാറ്ററി പോയിട്ട് ഇട്ടില്ല. ഇവിടെ ഫുള്ള് സ്നോ. ഞങ്ങൾക്ക് ഇത്രയും ട്രിപ്പിൽ ഞങ്ങൾ ഇത്രയും നാട്ടിൽ ഏറ്റവും കൂടുതൽ കിട്ടിയൊരു സീനാണ് ഇത്. ബർച്ചില പാസ് നമ്മുടെ സർച്ചിൽ നിന്ന് മണാലി റൂട്ടാണ്.
ഇവിടെ ഇങ്ങനെ സീൻ കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷയില്ല. എന്തായാലും കൊള്ളാം. ഞങ്ങളിവിടെ പിടിക്കുക എപ്പോൾ പോകാൻ പറ്റും കുറച്ച് നമ്മുടെ എന്ത് ബ്ലോക്കാണ്. എന്തായാലും പൊളിമൂട്, ബാഹുബലി, അമ്പാടി എല്ലാം രക്ഷയില്ല. നമ്മൾ ടിക്കറ്റാണ് നമ്മൾ നോക്കുന്നില്ല. എന്തായാലും അവിടെ എന്താണ് നോക്കണമെന്ന് പറയുന്നത്. എന്തായാലും പൊളി, ഒന്നും പറയാനില്ല, ഒന്നും പറയാൻ പറ്റില്ല. ഇതെന്തോ വണ്ടി ഇപ്പോൾ പോകണില്ല, എന്തോ കുടുങ്ങിയിട്ടൊക്കെയാണ്. അപ്പോൾ വീട് നോക്കിയാ ഫുൾ ഐസ്. സ്നോ വീഴുണ്ടെന്ന് ക്യാമറയിൽ മനസ്സിലാവുന്നതോ അറിയില്ല. ഗായ്സ്, എങ്ങനെ ഉണ്ടായിരുന്നു ആ വിഷ്വൽസ്? അടിപൊളിയായിരുന്നില്ലേ? സത്യം പറഞ്ഞാൽ ഗോപ്രോ വെക്കാനായിരുന്നു. ആക്ച്വലി എൻ്റെ കയ്യിൽ ബാറ്ററി ഡ്രെയിനാന്ന് ചോദിച്ചപ്പോൾ അതുകൊണ്ട് വെക്കായിരുന്നു. മിസ് സം അമേസിങ് വിഷ്വൽസ്. പക്ഷേ ഓൾ ഗുഡ്. നമ്മളിപ്പോൾ ദർച്ച എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. നമ്മൾ അവിടെ നിന്ന് ചെറിയ ബ്രേക്കൊക്കെ എടുത്ത് നമ്മൾ മണാലി ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിനി മണാലിയിലേക്ക് ഏകദേശം ഒരു 100 കിലോമീറ്ററാണ് കാണിക്കണേ. 100 കിലോമീറ്റർ നമ്മൾ അടൽ ടണൽ കാര്യങ്ങളൊക്കെ പാസ് ചെയ്തിട്ടാ. എന്നാലും ഈ ബർച്ചില പാസ്സിൽ ഇതിപ്പോൾ ലോറികൾ മൊത്തം സ്റ്റോപ്പ് ചെയ്തിട്ടേക്കാണ്, അങ്ങോട്ട് വിടുന്നില്ല എന്ന് തോന്നുന്നു. ബർച്ചില പാസ്സിൽ ആക്ച്വലി ഇത്രയും സ്നോ കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. അതെന്തായാലും ഭയങ്കര ഒരു സർപ്രൈസ് ആയിപ്പോയി. ഇത്രയും നാൾ വന്നാക്കുന്ന ഏറ്റവും കൂടുതൽ സ്നോ ആണ് നമുക്ക് ബർച്ചില പാസ്സിൽ കിട്ടിയേക്കണം. നമ്മുടെ നേരത്തെ കണ്ടായിരുന്ന നമ്മുടെ ടീംസിനെ മുമ്പേ കണ്ടുവച്ച് അവർ ഫ്രണ്ടിലുണ്ട്. ഞങ്ങളെ കുറച്ച് കയറി പോകുന്നായിരുന്നു. എന്തായാലും സ്നോഫോൾ പൊളിച്ച് ഇനി നമുക്ക് മണാലി ലക്ഷ്യമാക്കി നീങ്ങാം. മണാലി നമ്മളെ റൂമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം എന്തായാലും രാത്രി ഒരു 9 ആവുമ്പോൾ ഇനി നമ്മൾ മണാലി പിടിക്കാതിരുന്ന അലമ്പാണ്. മടുത്ത് എന്നുവെച്ചാൽ ഈ പോണ വഴിക്ക് നല്ല സ്റ്റേയും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ വെറുതെ അലമ്പാണ്. നല്ല റോഡാണ് കേട്ടോ. എന്തായാലും ഹിമാചൽ കയറിയപ്പം ആ ലാൻഡ്സ്കേപ്പൊക്കെ ആകെ മാറിയിട്ടാ. പച്ചപ്പയും ഹരിതാപയൊക്കെ കാണാനുണ്ട്. അത് കുറേ മിസ്സിങ് ആയിരുന്നു. ഇത്രയും നാൾ നമുക്ക് ഒന്നല്ലെങ്കിൽ മല അല്ലെങ്കിൽ മഞ്ഞ്, മല അല്ലെങ്കിൽ മഞ്ഞ് അങ്ങനെയായിരുന്നു. അത് മലയാണെങ്കിൽ ഭയങ്കര ഡ്രൈ. പിന്നെ നിങ്ങൾ ലേയിൽ നിന്ന് വരാൻ നേരത്തെ നിങ്ങൾ സർച്ചൂല് സ്റ്റേ ചെയ്യാതിരിക്കാൻ നല്ലത്. കാരണം സർച്ചൂലാണെങ്കിൽ ഭയങ്കര കുറേ ഓപ്ഷൻസാണുള്ളത്. ജിസ്പേയിൽ ഇപ്പോൾ ഞാൻ വന്നപ്പോൾ കുറേ ഓപ്ഷൻസ് ആണ്. അല്ല അടിപൊളി സ്റ്റേസ് അവൈലബിൾ ആണ്. അപ്പം ജിസ്പേയിൽ നിൽക്കാനാണ് ഏറ്റവും അടിപൊളി. സർച്ച് ഇപ്പോൾ അത്രയും നിങ്ങൾക്ക് ലേറ്റായിട്ടാണ് നിങ്ങൾ വരുവാണെങ്കിൽ മാത്രം സർച്ചൂല് നിൽക്കുക. പിന്നെ ജിസ്പേ എത്തിക്കാനും പിന്നെ വെറും 100 കിലോമീറ്റർ ഉള്ളൂ, 2 hours ഉള്ളൂ മണാലിക്ക്. പക്ഷെ ഭയങ്കര ലേറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ ജിസ്പേയിലായിരിക്കും കുറച്ചിട്ട് നല്ലത്. ഇതാണെങ്കിലും കൊള്ളാം. ഐസൊക്കെ ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ റോത്താം പാസിന് പകരം അടൽ ടണലാണ്. വെരി എക്സൈറ്റഡ് ഫോർ ദാറ്റ്.